ഹായ് എവ്രി വൺ. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്ന ഷെഫീന ബീവിക്കെതിരെ ഇപ്പൊ പുതിയൊരാൾ രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ, തെറി അഭിഷേകമായിട്ട്. അപ്പൊ അതാരുമല്ല, വൺ ആൻഡ് ഓൺലി നമ്മുടെ നാഗചേച്ചിയാണ്. നല്ല അസല് തെറിവിളിയാണ് കേട്ടോ ആള് നടത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വരുന്നവരും പോകുന്നവരും എല്ലാം ഷെഫീന ബീവിക്കിട്ട് പൊട്ടുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരാണ് ഷെഫീന ബീവിയെ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് റീൽസും ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനു പുറമെ ഇപ്പൊ നാഗചേച്ചിയുടെ തെരുവിളിയുടെ ആയപ്പോ തന്നെ ഈ നമ്മുടെ ഷെഫീന ബീവി എയറിൽ നിന്ന് ഇറങ്ങാൻ ഇനി പറ്റത്തില്ലെന്ന് വേണം പറയാൻ. അല്ല, ഇത് ഷെഫീന ബീവി മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്. എന്ന് മഞ്ജു പിള്ളയുടെ മോളെ ഈ ഷെഫീന ബീവി തൊട്ടോ അന്ന് തുടങ്ങിയതാണ് ഷെഫീന ബീവിക്കുള്ള ഈ തെറിവിളി എന്ന് പറഞ്ഞത്. പുള്ളിക്കാരിക്ക് ഇപ്പൊ കണ്ടകശനിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പൊ പാവം പിടിച്ച ദയാ സുജിത്തിനെ തൊട്ടതോടുകൂടി ഷെഫീന ബീവിക്ക് കണ്ടകശനിയാണ്. ഇന്നലെ പോലും ഷെഫീന ബീവിയെ ട്രോളിക്കൊണ്ട് ഒരുത്തിന്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഷെഫീന ബീവിനെ ഇവൻ എടുത്തിട്ട് ഊക്കി വിടുന്നതാണ് കാണുന്നത്. ഇപ്പൊ മൊത്തത്തിൽ എവിടെ നോക്കിയാലും ഷെഫീന ബീവിയുടെ ട്രോളുകളാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും കമന്റ് ബോക്സ് ഒന്ന് നോക്കണം, ഒടുക്കത്തെ സപ്പോർട്ടാണ് അവർക്ക്. ഇപ്പോഴും ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറ അതുപോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് എല്ലാവരുടെയും മനസ്സിൽ. അതുകൊണ്ടാണ് ഇത്രയും പോസിറ്റീവ് കമന്റ് അവർക്ക് കിട്ടുന്നത്. റീൽസിലാണെങ്കിൽ മൊത്തം ഷെഫീന ബീവിയെ പിന്നെ നെഗറ്റീവ് അടിച്ചുകൊണ്ടാണ് റീൽസും കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ കമന്റ് ബോക്സിൽ മൊത്തം സപ്പോർട്ടുമാണ്. ചിലര് പറയുന്നുണ്ട് ഷെഫീന ബീവിയുടെ ഫേക്ക് അക്കൗണ്ടുകളിലൊക്കെ നിന്ന് പിന്നെ ഷെഫീന ബീവിയുടെ പിന്നെ കമന്റ് പോസിറ്റീവായിട്ട് ചെയ്യുന്നെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കത് തോന്നുന്നില്ല കേട്ടോ. എത്രയെന്ന് വിചാരിച്ചാണ് ഒരാൾക്ക് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഈ പോസിറ്റീവ് കമന്റ് ഇടാൻ പറ്റുന്നത്? അതുകൊണ്ട് ഇത് പിന്നെ ജെനുവിൻ ആയിട്ടുള്ള പോസിറ്റീവ് കമന്റ് ആണെന്നാണ് എന്റെ അഭിപ്രായം. റിയൽ ആയിട്ടുള്ള കമന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പണ്ട് ഈ അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ ഉണ്ടല്ലോ, ഫേസ്ബുക്കിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും ഈ അമ്മാവനും അമ്മായിമാരും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ നാഗാദേവിയും ഷെഫീന ബീവിയും തമ്മിലുള്ള ഫൈറ്റാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാഗാദേവിയെ ഞാൻ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ ആളുടെ തെറിവിളികളാണ് ഇപ്പൊ ഫേമസ്. തുപ്പി എറിയും ഞാൻ, തൂറി എറിയും ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല നല്ല ഡയലോഗ് കൊണ്ടുവന്ന ആളാണ്. ഇടയ്ക്കൊക്കെ ഫേസ്ബുക്കിൽ ലൈവില് വന്നിട്ട്, ഫേസ്ബുക്കിൽ മാത്രമല്ല ഇൻസ്റ്റയിലും ഉണ്ട്, ലൈവില് വന്നിട്ട് കമന്റിൽ തെറി വിളിക്കുന്നവരെ തിരിച്ച് നല്ല അടിപൊളി തെറി പറയുന്ന ഒരു ആളാണ് നമ്മുടെ നാഗചേച്ചി. അങ്ങനെയാണ് ഈ പറയുന്ന നാഗചേച്ചി ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറുന്നത്. അങ്ങനെ ഈ നാഗചേച്ചി തെറിവിളികളും ട്രോളുകളും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം അങ്ങോട്ട് സംഭവിച്ചു. നമ്മുടെ നാഗചേച്ചിയെ സിനിമയിലെടുത്തു. അപ്പോൾ പുള്ളിക്കാരിയുടെ ഈ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരിയും കുറച്ച് പേരും കൂടി തിയേറ്ററിൽ പോകുന്നുണ്ട്. എന്നാണ് എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത്. അവിടെ പോയ സമയത്ത് ഒരുത്തൻ കയറി എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ചോദ്യം മറ്റൊന്നുമല്ല, നിങ്ങൾ ഭയങ്കര ദേവിയാണ്, ദൈവമാണ്, ആത്മീയ ഗുരുവാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ തെറി വിളിച്ച് നടക്കുന്നത്? ദൈവങ്ങൾ പൊതുവെ മറ്റുള്ളവരെ തെറി വിളിക്കാറില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യം ഒരു പയ്യൻ അങ്ങ് കയറി ചോദിച്ചു. അതിന് നാഗചേച്ചി ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ചെറുപ്പം മുതലേ ഓരോരുത്തർ കാണുന്നുണ്ട് ദൈവങ്ങളാണ്, വലിയ വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ ആൾക്കാർ തന്നെ ഇങ്ങനെ തെറികൾ വിളിക്കുമ്പോ എന്താ പറയാ, കുട്ടികൾ പഠിക്കണതല്ലേ? അതാ ഞാൻ ചോദിച്ചത്. കുട്ടികൾ നിങ്ങളെ ദൈവത്തിനെ കണ്ടല്ലേ കുട്ടികളൊക്കെ പഠിക്കണത്? ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ കുട്ടികൾ പിന്നെന്താ കാര്യം നോക്കേണ്ടത്? എല്ലാ കുട്ടികളും മാതാപിതാക്കളും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയണത് അല്ലേ? ഈ ദൈവങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നത് ഞാൻ ചോദിച്ചത്. ദേവിയാണ്. ഈ ദേവി എന്തിനു തെറി വിളിക്കുന്നത് ഞാൻ ചോദിക്കണം. അതിന്റെ ആവശ്യം എന്താ? അതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു സംഭവമാണല്ലോ അല്ലേ? അത് ദേവിയാണെന്ന് പറഞ്ഞത് ദേവിയാണെന്ന് പറഞ്ഞത് ആ ദേവി. ഞാൻ ആദ്യം ചേച്ചിന്ന് വിളിച്ചു, എന്നിട്ടാണ് ഞാൻ ദേവിയാണോ എന്ന് ചോദിച്ചത്. ദേവിയാണെന്ന് പറഞ്ഞു. ദേവി ഉണ്ടോന്ന് ചോദിച്ചപ്പോ ആ അതെ ദേവിയാണ്. അതാ ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഭാഷകൾ എല്ലാം ഒരുപോലെയാണ്. പക്ഷെ എല്ലാവർക്കും അതുപോലെ ആവില്ല. എല്ലാവർക്കും ഒരുപോലെയാണോ? നിങ്ങളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണോ ഈ സംഭവം? ഞാൻ എന്റെ കാര്യം പറയണേ. അങ്ങനെ കണ്ട അണ്ടനും അടകോടനും മറുപടി കൊടുക്കേണ്ട ആവശ്യം ചേച്ചിക്കില്ല. സമയവും ഇല്ല. ചേച്ചി ഭയങ്കര ബിസിയാണ്. വേണമെങ്കിൽ ഒന്നോ രണ്ടോ ചോദ്യത്തിന് ചേച്ചി മറുപടി പറയും. അതിനങ്ങോട്ട് മറുപടി കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം. കാരണം മൊഴിമുത്തുകളല്ലേ വായിന്ന് വരുന്നത്. എന്തായാലും എന്തൊരവസ്ഥയാണല്ലേ. ഈ പയ്യൻ ചോദിച്ചതിനെതിരെയും നാഗചേച്ചി ഊക്കി വിടുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ദൈവത്തിന് എന്തിനു പൈസ? ദേവിക്ക് എന്തിനു പൈസ?
മോനെന്തിനു പൈസ? അല്ല, വളരെ രസകരം. മോനെന്തിനാണ് കാശ്? അല്ല, ആത്മീയ ജീവിതം നയിക്കുന്നവര് പൈസ ഉണ്ടാക്കുന്നില്ല എന്നാണ് പൊതുവെ പറയുന്നത്. അതാണ് അവന്റെ ചോദ്യം. അതാണ് പൈസ ആത്മീയ ജീവിതം നയിക്കുന്നവര് എന്താണ് പ്രകോപിക്കപ്പെടാറില്ല. വളരെ രസകരമാണ്, നന്നായിട്ടുണ്ട്. നമുക്കിത് പുറത്തിറങ്ങിയിട്ട് കൂടുതൽ ചർച്ചകൾക്ക് പോകാം. ആത്മീയ ജീവിതം അങ്ങനെ ചേച്ചി ദേവിയെങ്കിൽ ദേവി പറയുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോലെ തിയേറ്ററിന് പുറത്തു പോയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ. അല്ല, ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് എന്റെ കുഞ്ഞ് മോന് എനിക്ക് വേണ്ടുന്ന അടിവസ്ത്രവും വസ്ത്രമൊക്കെ മോനൊന്ന് വീട്ടിലോട്ടൊന്ന് കൊടുത്തു വിടണേ. കാരണം പഞ്ചസാര, അരി, ഉപ്പും മുളകും ഒക്കെ എനിക്ക് അതൊക്കെ വാങ്ങിക്കണ്ട കുട്ടി. അതിന് ദൈവത്തിന് ഉപയോഗിക്കണം. ഞാൻ ദൈവത്തിന്റെ കാര്യം പറയുന്നത്. ഞാൻ ഗുരു നാഗദിവ്യ സൈന്യത്തിൽ ദേവിയുടെ കാര്യം പറയുന്നത്. മോൻ ദൈവത്തോട് ചോദിക്കും മോന്റെ ചോദ്യങ്ങളും. ഞാൻ എന്റെ വസ്ത്രങ്ങൾ മോൻ ചോദിക്കുന്ന ചോദ്യം ദൈവത്തിനോട്. ഞാൻ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ അടിവസ്ത്രം വാങ്ങിക്കോളാം. അതെ, പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഞാൻ അടിവസ്ത്രം വാങ്ങിക്കോളാം. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളവരും ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇത് പണിയാണ്. പേര് പറഞ്ഞിട്ട് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മോനെ, ഇതെന്റെ തൊഴിലാണ്. ഉണ്ടായിട്ടില്ല. എന്റെ തൊഴിലാണ് കുട്ടി. എന്ത് ദൈവത്തിന്റെ പേര് പറഞ്ഞ പൈസ ഗൂഗിൾ പേ പറയാം. ഇത് അല്ല, ഇതെന്റെ തൊഴിലാണ്. മോനിപ്പോ എന്താ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് മൊത്തത്തില് ആ ചെക്കൻ നാഗചേച്ചിയുടെ വാ അടപ്പിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും പുള്ളിക്കാരിക്ക് ഉത്തരവില്ല. ചേച്ചിയാണെങ്കിൽ ഉരുണ്ട് കളിച്ചങ്ങ് മറുപടി പറയാണ്. ഇതൊക്കെ ഒരു ഫണ്ണാക്കി എടുത്താൽ മതി കേട്ടോ. കാരണം ഈ നാഗചേച്ചിയെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞെടുത്തോളം അത്യാവശ്യം പഠിപ്പും വിവരവും ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. കോളേജിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയായിരുന്നു നമ്മുടെ നാഗചേച്ചി. കോളേജിൽ അത്യാവശ്യം ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നെന്നാണ് കേട്ടത്. അങ്ങനെ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇവരെ സംബന്ധിച്ചിടത്തോളം പഠിത്തത്തിനനുസരിച്ചുള്ള ജോലികളൊന്നും കിട്ടിയില്ല. അങ്ങനെ ഈ ചേച്ചി പിന്നെ ചെയ്യാത്ത ജോലികളൊന്നും തന്നെ ഇല്ല. ഒരു വക്കീലിന്റെ ഗുമസ്തയായിട്ട് ജോലി ചെയ്തു. അങ്ങനെ പല 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 ജോലികളൊക്കെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും ഇവരുടെ ജീവിതം ക്ലച്ച് പിടിച്ചില്ല. ദാരിദ്ര്യമാണെങ്കിൽ ഇവരെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് മെന്റലി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ പെട്ടെന്ന് ആണ് പുള്ളിക്കാരി ഒരു ദേവിയാണ്, ആത്മീയ ഗുരുവാണെന്നൊക്കെ പറഞ്ഞ് അവതരിച്ചത്. അതോടെ ഇവരുടെ ചുറ്റുമുള്ളവർ ഇവരെ അകറ്റാൻ തുടങ്ങി. ഈ പറയുന്ന നാഗചേച്ചി സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അതുപോലെ തന്നെ യൂട്യൂബിലും ലൈവ് പോകാൻ തുടങ്ങി. പക്ഷെ ഇവര് ഈ ലൈവ് ഒക്കെ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടെ ആളുകളിൽ ഒക്കെ കമന്റ് തെറി വിളിച്ചോണ്ട് എന്തെങ്കിലും കമന്റ് ഇടാൻ നേരത്തെ ഇവർ തിരിച്ചു അതല്ല അതിനേക്കാളും കൂടുതൽ തെറി വിളിച്ചോണ്ട് സംസാരിക്കാൻ തുടങ്ങി. അതൊക്കെയാണെങ്കിൽ വൻ ട്രോളുകളായിട്ട് മാറുകയും ചെയ്യും. അതാണ് ഇപ്പൊ ശരിക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വെറുതെ കയറി വിളിക്കുന്ന തെറികളൊന്നും അല്ല ഇത്. ശരിക്കും ഏത് രീതിയിൽ തെറി വിളിക്കുന്നതാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ തെറി വിളിക്കുന്നതിനോട് നമുക്ക് അത് പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവര് നടത്തുന്ന തെറിവിളികളോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം കൊച്ചു കുട്ടികളൊക്കെ പിന്നെ ഫോണിൽ ഉപയോഗിക്കുന്നതല്ലേ. അപ്പൊ അതൊക്കെ ഇവര് കാണത്തില്ല, കൊച്ചുകുട്ടികളൊക്കെ കാണത്തില്ല. പിന്നെ ഞാൻ അറിഞ്ഞെടുത്തോളം ഇവര് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അതിനെ ആ രീതിയിൽ തന്നെ ഒഴിവാക്കി വിടാവുന്നതേ ഉള്ളൂ. ഇവര് ഈ ദേവിയാണ്, ആത്മീയ ഗുരുവാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും നാഗചേച്ചിയെ ഇവിടെ റോൾ മോഡൽ ആക്കുന്നില്ല. അവരും ഇവരെ ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ടും അതുപോലെ തന്നെ ഫൺ മെറ്റീരിയലുമായിട്ടുമാണ് കാണുന്നത്. നമ്മുടെ അലൻ ജോൺസ് പെരേരനെയും അതുപോലെ ആറാട്ടനെയും ഒക്കെ കാണുന്നത് പോലെ തന്നെ. അല്ലാതെ ഇതൊന്നും വലിയ സംഭവമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഈ തിയേറ്ററിൽ വെച്ചിട്ട് നാഗചേച്ചീനെ ഒരു പുള്ളിക്കാരൻ എയർ കയറ്റിയില്ല. ആ സംഭവം നല്ല രീതിയിൽ വൈറലായിരിക്കുക. അങ്ങനെ നമ്മുടെ ഷെഫീന താത്ത ഇതെടുത്ത് അങ്ങ് റിയാക്ട് ചെയ്തു. അപ്പൊ കുറച്ച് ദിവസം മുന്നേ ആണ് ഈ ഷെഫീന ഇത് റിയാക്ട് ചെയ്യുന്നത്. എന്തായാലും ഞാൻ അതിന്റെ തംബ്നെയിൽ ഇവിടെ സൈഡിൽ കൊടുക്കാം. എന്തായാലും നാഗചേച്ചിയുടെ ആ ഒരു സംഭവത്തിൽ നല്ല രീതിയിൽ ഷെഫീന ബീവി നാഗചേച്ചിയെ ചീത്ത വിളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് ദയാ സുജിത്തിനെതിരെ ഷെഫീന ബീവി ആ വീഡിയോയും ചെയ്തത്. ദയാ സുജിത്തിനെതിരെ ഷെഫീന ബീവി ചെയ്ത വീഡിയോ അങ്ങ് കയറി കൊളുത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതങ്ങ് വൈറലാവുകയും ഷെഫീന ബീവി എയറിലാവുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ചെയ്ത ഒരു വീഡിയോ ആണ് ഈ നാഗചേച്ചിക്കെതിരെയുള്ള വീഡിയോ. എന്തായാലും ഷെഫീന ബീവി തന്നെ ചീത്ത വിളിച്ച് വീഡിയോ ചെയ്തതോടെ നാഗചേച്ചി വെറുതെ ഇരിക്കുമോ? തിരിച്ചങ്ങോട്ട് നല്ല രീതിയിൽ ചീത്ത വിളിച്ച് വീഡിയോ ചെയ്തു. ഒരു 14 മിനിറ്റ് കണ്ടിന്യൂസ്ലി നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് ചീത്ത വിളിക്കുന്നത്. ആ വീഡിയോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിന്റെ ചില ഭാഗങ്ങൾ കണ്ടുനോക്കാം. പരമാവധി നിന്നെ വീട്ടിൽ കയറി നിന്നെ അടിച്ച് പരിപ്പാക്കേണ്ടതാ. ഞാനത് ചെയ്യുന്നില്ല, ആരും വിടുന്നതുമില്ല. നീ പറഞ്ഞില്ല എന്നെ അടിച്ച് ശരിയാക്കണമെന്ന്. എന്താ പൂച്ചാനാ എന്നെ അടിക്കേണ്ടത്? നീ ആരെ എന്നെ അടിക്കാൻ വരാനെ? ഞാൻ അങ്ങോട്ട് കയറി വന്നോ? ഇല്ലല്ലോ. നിന്റെ എന്തെങ്കിലും നോക്കിച്ചെടുക്കാൻ വന്നോ? കട്ടെടുക്കാൻ വന്നോ? ഒന്നുമില്ല. ഞാൻ ആർക്കും ശല്യമില്ലാതെ ഇവിടെ രോഗമില്ലാതെ ജീവിക്കുക. എന്റെ കാര്യം കേസ് കൊടുക്കണം, ജയിലിൽ കയറ്റണം. ഞാൻ നിന്റെ എന്തോ എടുത്ത മോളെ ആദ്യം മൊബൈൽ ഓഫ് ചെയ്തിട്ട് നീങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നിന്റെ ഞാൻ എന്തോ എടുക്കാൻ വന്നെന്ന്. ഞാൻ ഈ ചെയ്ത് വെച്ചേക്കുന്നൊക്കെയാണോ നിനക്ക് ഇപ്പൊ കുഴപ്പമായിട്ട് വന്നത്? അതൊന്നും ഞാൻ അറിയില്ല. എന്റെ അന്ത വിചാരിച്ചാൽ കളയാൻ പറ്റില്ല എനിക്ക്. എന്റെ ശില്പം ഞാൻ ഉണ്ടാക്കുന്ന ശില്പം എന്റെ കഴിവ് എനിക്ക് തനതായി കിട്ടി. എന്റെ കഴിവാടിയത്. എന്നെ പോലെ ഉണ്ടാക്കാൻ അത്ര കഴിവ് കിട്ടില്ല. എന്റെ കഴിവാണ്, എന്റെ കഴിവുകളെയാണ് ഞാൻ ഓരോ തൊഴിലാക്കിയത്. എന്റെ ചിത്രം വരെയാണ് ഞാൻ തൊഴിലാക്കുന്നത്. എന്റെ കലകളെയാണ് ഞാൻ തൊഴിൽ. ഓക്കെ, അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്.
ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ നാഗചേച്ചി നല്ല രീതിയിൽ ചിത്രം വരയ്ക്കും. അതുകൂടാതെ ഇവർ സ്വന്തമായിട്ട് അമ്പലമൊക്കെ പണിത് വെച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇതിലാണ് ഇപ്പൊ പുള്ളിക്കാരിയുടെ താമസം. ആരെങ്കിലും ഒക്കെ ഇവരെ കാണാൻ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കൈമടക്കായിട്ട് കൊടുക്കും ഇവർക്ക്. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ലൈവ് വരും. അതൊക്കെ വെച്ചുള്ള വരുമാനം കൊണ്ട് ഇവരിങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോവുക. അതിനെ കുറിച്ചാണ് ഇപ്പൊ ഇവര് സംസാരിക്കുന്നത്. ഞാൻ ആരുടെ വീട്ടിലേക്ക് ഞാൻ തെണ്ടാ പോയിട്ടില്ല, തെണ്ടിയിട്ടുമില്ല. തോന്നിയാസം പറയാം മീഡിയ വഴി എന്ന് പറയുന്ന മര്യാദയ്ക്ക് പറയണം. നാഗാദേവിയെ കുറിച്ച് പറഞ്ഞാലും തെറിതാത്ത എന്ന് പറയുന്ന കൂടിമോള് അങ്ങനെ തന്നെ നിന്നെ വിളിക്കത്തുള്ളി. എത്ര പെൺകുട്ടികളുടെ ശാപമാണ് നിനക്കുള്ളത്. എല്ലാ പെണ്ണുങ്ങളുടെ തോളക്കറ്റ നിന്ന് നീ എന്റെ തോളെ കീറാൻ വരുക. വെറുതെ അല്ല നിനക്കൊരു ആണില്ലാത്തത്. പച്ച കൊണ്ട് കിടക്കുന്നു, ഉണങ്ങി കൊട്ടനടിച്ച് കിടക്കുക. അത് ഞാൻ കൂതിയില്ല ഉണങ്ങി കൊട്ടനടിച്ച് കിടക്കുന്നത്. അതിന് ഇത്തിരി മയം വരണമെങ്കിൽ എന്റെ തോളെ കയറിയാൽ പോരാ. നാഗാദേവിയുടെ തോളെ കയറാൻ വന്നിരിക്കുന്നു. അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കും, അവൾ കേൾക്കട്ടെ. നാഗാദേവി അന്ധവിശ്വാസം പഠിപ്പിച്ചു വിടുന്നു. നിന്റെ ഉള്ളിൽ കിടന്ന് അന്ധമായി നീ അങ്ങ് വിശ്വസിക്കുക. ഇതല്ല അന്ധവിശ്വാസമാണ് പോലും. ഈ പ്രകൃതി മൊത്തം അവർക്ക് അന്ധവിശ്വാസമാണ്. വിളക്ക് കത്തിക്കുന്നു അന്ധവിശ്വാസം. നീ നിന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നില്ല, പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നു. എനിക്കിവിടെ കറണ്ട് പോകുമ്പോഴും ഞാൻ വൈദ്യുതി അങ്ങനെയൊക്കെയാണ് ഞാൻ ലാഭിക്കുന്നത്. വൈദ്യുതി ബില്ല് ഒത്തിരി വരുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ പകുതി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിനക്ക് പണം ഉണ്ടായിരിക്കും വൈദ്യുതി ബില്ല് ഇങ്ങനെ വരുമ്പോൾ ബില്ല് അടയ്ക്കാം. എനിക്കതൊന്നും പറ്റില്ല. എനിക്ക് ഞാൻ വിളക്ക് കത്തിക്കുന്നത് വിളക്ക് കത്തിക്കും. അത് അന്ധവിശ്വാസം എന്ന് പറയുന്നത് നിന്നെ പോലുള്ള തേവിടിച്ചുമാരുണ്ടല്ലോ. ഞാൻ ഭസ്മം ഉപയോഗിക്കും, ചന്ദനം ഉപയോഗിക്കും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. നീ ആരാടി ചോദിക്കാനായിട്ട്? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട. നിന്റെ നമ്മൾ വരണ്ട് കിടക്കുവാണെങ്കിൽ നീ അവിടെ എങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഞാൻ നിന്റെ അടുത്തോട്ട് വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നീ എന്റെ കീഴിലോട്ട് കയറി വരുന്നത്? മയിലിൽ ഒരു കണ്ടു അവളെ എനിക്ക് അറപ്പ വെറുപ്പ. ഇതുപോലെ വൃത്തികെട്ടൊരു മയിലെത്തി. നിനക്കെല്ലാം നിന്റെ ജീവിതത്തിൽ നരങ്ങിച്ചേ മരിക്കുള്ളൂ മയിലെ, കേട്ടോ. അല്ലാതെ നീ നേരവണ്ണൊന്നും മരിക്കത്തില്ല. നിനക്ക് എല്ലാവരും വഴിയിരിക്കുന്ന തെരുവിളിയൊക്കെ കേട്ടേ നീ മരിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം നിന്നെ ഇട്ട് അടക്കി വാരുക. നാഗാദേവിയെയും കൂടെ അനുഗ്രഹം നിനക്ക് വേണമായിരുന്നു. അത് ഭംഗിയായിട്ട് നീ തന്നിട്ടുണ്ട്, കേട്ടോ. ആ കുഞ്ഞുങ്ങളുടെ എല്ലാം കരച്ചില്ല, അവർക്ക് നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാവർക്കും സന്തോഷമാവുന്നു. എല്ലാവരും കൈ കൂപ്പുക നാഗാദേവിയുടെ അടുത്ത് വന്ന്. അവരെയൊക്കെ സംരക്ഷിക്കാൻ ഇപ്പൊ ഞാനേ ഉള്ളൂ. എനിക്ക് ഇതിന്റെ കുറവുണ്ടായിരുന്നു. ഞാൻ മഹാദേവി ഭദ്രകാളിയാ. എല്ലാവർക്കും സന്തോഷമായി. നിന്നെ രണ്ട് കണ്ടത് തീർന്നു. ഇനിയിപ്പോ ഒന്നും അല്ല, നാഗാദേവിയുടെ കീഴിലോട്ട് കയറി വരിക. ഏതൊക്കെ പെണ്ണുങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് എല്ലാത്തിനും പറയാം. ഇനി ആരെ തുടങ്ങാം? നാഗാദേവി പറയാം. നാഗാദേവി പറയുന്ന ഇത്തിരി ആശ്വാസമുണ്ട്. നീ എന്താ മൈലത്തിൽ വിചാരിച്ചത്? നാഗ കുറച്ചുകൂടി തെറി പറയൂ ദേവീന്ന്. എനിക്കറിയാം എന്തോ പറയേണ്ടത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൂടുതൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കണ്ട. ഞാൻ അങ്ങനെ ആരുടെ പ്രേരണയിൽപ്പെടുന്നത് പോലൊന്നുമല്ല. ഒറ്റയ്ക്ക് കൊടുത്തതേ ഉള്ളൂ. ഇതുപോലെ അസുഖം മൊത്തം ഒരിക്കൽ അവിടെ പേര് ചെയ്ത് കളിക്കാം. അടുത്തവൾ വന്ന് ഇവിടുമാർക്കൊന്നും പറ്റാത്ത വെച്ചാൽ നാഗാദേവി ഈ കാറിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന കാണുമ്പോൾ ഈ മൈലത്തെ പെണ്ണുങ്ങൾക്ക് അസൂയ. അല്ല പിന്നെ എല്ലാവർക്കും നാഗചേച്ചിയോട് അസൂയാണ്. എന്തായാലും നോൺ സ്റ്റോപ്പ് ആയിട്ട് നിർത്താതെ ഷെഫീനയെ തെറി വിളിച്ചോണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് ഷെഫീന ബീവി ചോദിച്ചു വാങ്ങിയ തന്നെയാണ്. ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഒരാൾ മറ്റൊരാളെ തെറി വിളിക്കുന്നതിനോട് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല, ഭാവിയിലും അത് പ്രോത്സാഹിപ്പിക്കത്തില്ല. പക്ഷെ ഇവിടെ നാഗചേച്ചി ഷെഫീന ബീവിയെ തെറി പറഞ്ഞതിനെ എനിക്ക് എതിർക്കാൻ പറ്റത്തില്ല. അതിനൊരു കാരണവുമുണ്ട്. എന്തായാലും അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ നാഗചേച്ചിക്ക് പറയാനുള്ളത് നമുക്കൊന്നുകൂടെ കേട്ടുനോക്കാം. നാഗാദേവിക്ക് ഒരു നല്ല വീടുണ്ടാകാൻ പറ്റില്ല, നല്ലൊരു പിന്നെ വാഹനത്തിൽ പോകാൻ പറ്റില്ല, നല്ലൊരു കിടക്ക ഉണ്ടാകാൻ പറ്റില്ല. ഇവിടുമാരുടെ എങ്ങാനും പണം കണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന്റെ ഒരു തെളിവും ഇല്ല. നിന്റെ ഒന്നും ഉണ്ടാക്കിയതല്ല ഞാൻ ജീവിക്കുന്നത്. അവർക്ക് അസൂയ ജീവിക്കുന്നു. നാഗയോട് കളിച്ചാൽ കളി പഠിക്കുന്നു. എന്നോട് കളിക്കാൻ വന്നാൽ കളി പഠിപ്പിക്കും. അവർക്ക് ഇപ്പൊ എന്നെ ഇപ്പൊ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം, നിയമത്തെ കൊണ്ട് പിടിപ്പിക്കണം. ഷെഫീന ബീവി മാന്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ട് ഓരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അംഗീകരിക്കും? എല്ലാ വിഷയത്തിലും അതിര് കടന്ന പ്രതികരണമാണ് ഇവരുടെ. എന്തായാലും ഷെഫീന ബീവി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നാഗചേച്ചിയാണ് ഇച്ചിരി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാ. മുഖ്യമന്ത്രിക്കുള്ള എല്ലാ പദവികളും ഇവിടെയും ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഓരോ ജീവിക്കും മനുഷ്യനുണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല. എന്റെ മൂക്കിലൂടെ ശ്വാസമാണ്. എനിക്ക് ചോരയും നീരും ഒക്കെ ഉണ്ട്. എന്റെ ദൈവം ഇതിലും ചോരയും നീരും ഒക്കെ തന്നെയാ. ഇതിലേ പോകുന്ന ശ്വാസമാണ്. അല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് വെച്ചിട്ടേക്കുമല്ല ഈ ഏരിയ. തെളിതാത്ത എന്ന് പറയാൻ നിനക്ക് മാത്രം ജീവിക്കാനുള്ള ഇടമല്ല ഇത്. ഞാൻ നിന്റെ ഒന്നും അടുത്തും വന്നിട്ടില്ല. ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഇവിടെ ജീവിക്കുന്നു. എല്ലാവരിൽ നിന്നും വിട്ട് അതിനെങ്ങനെ ജീവിക്കുന്നു. വിളക്ക് കൊടുക്കുന്നു, പോകുന്നു, ചന്ദനത്തിൽ കത്തിക്കുന്നു. ആർക്ക് ശല്യമില്ലാതെ ഒരിടത്ത് ഇങ്ങനെ കഴിയുന്നു. സൂര്യ നമസ്കാരം ചെയ്യുന്നു. അതൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ പോകും. ഞാനതൊക്കെ ചെയ്യും. നീയൊക്കെ ഇനി എത്ര കടന്ന് മരണ പാച്ചിൽ ചെയ്താലും സൂര്യനെ നമസ്കരിക്കും, ഭൂമിയെ നമസ്കരിക്കും, വായുവിനെ നമസ്കരിക്കും, കാറ്റിനെ നമസ്കരിക്കും, ജലം, വായു, അഗ്നി എല്ലാത്തിനെയും ഞാൻ നമസ്കരിക്കും. എന്റെ നമസ്കാരം നിനക്കൊന്നും ഒരു കാലത്ത് മാറ്റാൻ പറ്റില്ല. ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. എന്റെ ബോഡി തട്ട് ജഡമായി എപ്പോൾ തീരുന്നവോ ആ നിമിഷം വരെ ഞാൻ ഇവിടെ ജീവിക്കും. ഈ ജഡമായി കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയില്ല എന്റെ അവസ്ഥ എന്താണ്. ജഡമായി എന്നത് വരെ ഇതേ ദേഹത്തോടു കൂടി തന്നെ ഞാൻ ഇവിടെ ജീവിക്കും. ഞാൻ ശ്വസിക്കും. ഞാൻ എന്നെ പോലൊക്കെ ഉള്ളവർ ഇപ്പൊ ജീവിച്ചിരിക്കുന്നോണ്ടാ മൈലെ നീയൊക്കെ ഇവിടെ ജീവിക്കുന്നത്. കേട്ടോടി തെറിയതാത്തേന്ന് പറയുന്ന മൈറ്റ്. അല്ലെങ്കിൽ നിന്നെ വീട്ടിൽ കയറി ആളുകൾ നിന്റെ ചപ്പാക്കുട്ടി അടിച്ച് തിരിക്കേണ്ട സമയം എപ്പോഴേ കഴിക്കും. എന്നെ പോലുള്ളവർ ഇവിടെ ജീവിച്ചിരിക്കുന്നോണ്ടാ. കാരണം ഒരാൾക്കും ശല്യം ഇല്ലാതെ ഒരിടത്തിരുന്ന്
ആദ്യം ശല്യം ഇല്ലാതെ ജീവിക്കുക. നിനക്ക് ശല്യം ഞാൻ ഇവിടെ ജീവിക്കുന്നതിന് നിനക്ക് എന്തിന്റെ കടപ്പാ? അത് നിന്റെ വരന്റെ കിടക്കത്തിന് മയമില്ലാത്തതിന് എന്നെ എന്തിനാ പറയുന്നത്? പലതൊക്കെ നല്ലത് മയമുള്ളത് പിന്നെ എല്ലായിടത്തും കഴിഞ്ഞു നാലാതി വീടൊക്കെ ഇങ്ങോട്ട് പോവുക. ഞാനിത് വിട്ടു കളഞ്ഞതാ. എന്നെ വെളിയിലേക്ക് കാണുമ്പോൾ ആളുകൾ എന്നെ വട്ടം പൊതിയുന്നു. ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ് പൊതിയുന്നത്. ആളുകൾ എന്നെ ആരാധിക്കുന്നു. പണ്ടും എന്റെ പിന്നാലെ ഒരുപാട് ആരാധകരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരു കലാകാരി അടിപ്പെട്ട നിന്നെ പോലെയല്ല. കലാകാരൻ അത് കലാകാരി ആയതുകൊണ്ടാണെന്നോ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഒരു ട്രോൾ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ആള് കൂടുന്നതും ഫോട്ടോ എടുക്കുന്നതും, അല്ലാണ്ട് കലാകാരി ആയതുകൊണ്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തേലും ആട്ടെ, ബാക്കിയും കൂടെ കേൾക്കാം. നിന്റെ രണ്ട് കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണ് ഈ കുഴപ്പം. വികലാംഗ വൃത്തികെട്ടവളെ എന്റെ അടുത്ത് തെണ്ടാൻ വന്നോടി മോളെ. ഷെബീന ബിബി തെറിയത്താത്ത എന്ന് പറയുന്ന ആ കഴിവേറുടെ മോളെ എനിക്ക് ഇത് തന്നെ ഞാൻ തരും. കാരണം അടച്ചിട്ട മുറുക്കി അതിരുന്നു തോന്നിയാസം പറയുമ്പോഴേ ആലോചിക്കണം ഇതാരെയാണ് എന്തുവാണ് പറയുന്നതെന്ന്. നിന്റെ രണ്ട് കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണ് ഈ കുഴപ്പം. വൃത്തികെട്ടവളെ ഇതിലോട്ട് ഞാൻ വന്നോടി മയിലേ. ഇല്ല, നിന്നെ 10 തെറി പറഞ്ഞാൽ എനിക്ക് പുണ്യമേ ആളുകൾ തരുള്ളൂ. ഈ തത്സമയം ഈ നന്നായിട്ട് കിടന്നുകൂടും, എല്ലാവർക്കും ഇഷ്ടമാ. നിന്നെ ആർക്ക് വേണം കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. എന്തെങ്കിലും ഐര്യത്തരം അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. അങ്ങനെ പറയരുത്. മറ്റുള്ളവരെ നല്ലോണം തെറി വിളിക്കാൻ അതൊരു കഴിവല്ലേ, അതൊരു കഴിവായിട്ട് അംഗീകരിക്കുന്നേ. അത് വെച്ചില്ല അവർ ഇത്രയും കാലം സോഷ്യൽ എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. ഒരു പെണ്ണാന്നോടി. അതെല്ലാവരും നാട്ടിങ്ങനെ ലൈക്ക് ചെയ്തിരുന്നുണ്ട് എനിക്ക്. അതാണ് അങ്ങനെ പോകുന്നു നാഗചേച്ചിയുടെ തെറിവിളി എന്ന് പറയുന്നത്. ഇനിയും ഇവര് നോൺ സ്റ്റോപ്പ് ആയിട്ട് 5-6 മിനിറ്റ് കൂടെ തെറി വിളിക്കുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ഇതായതുകൊണ്ട് ഞാൻ കൂടുതൽ അത് നിങ്ങളെ വെച്ച് കേൾപ്പിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഷെഫീന ബീവിക്ക് വയറ് നിറച്ച് നാഗചേച്ചി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഷെഫീന ബീവിയെ നാഗചേച്ചി തെറി വിളിക്കുന്നതിൽ ഞാൻ എതിരല്ലെന്ന് പറഞ്ഞില്ലേ, അതിന് കാരണമുണ്ട്. ഈ ഷെഫീന ബീവിയുടെ ഹിസ്റ്ററി നമുക്കറിയാം. മറ്റുള്ളവരെ വീഡിയോയിൽ കൂടെ പച്ച തെറി വിളിക്കുന്നതാണ് ഷെഫീന ബീവിയുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ മറുപടി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അവരെ പോലെ താഴ്ന്ന നിലവാരത്തിൽ ഇറങ്ങി തെറി വിളിക്കണം, എന്നാലേ അത് ശരിയാവും. അതെന്തായാലും നമ്മളെ കൊണ്ട് കൂട്ടിയേ കൂടത്തില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഷെഫീനയ്ക്ക് ഒത്ത എതിരാളിയാണ് ഈ നാഗചേച്ചി. കാരണം ഷെഫീനയ്ക്ക് ഇങ്ങനെ മറുപടി കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ഷെഫീന ബീവി ഒന്ന് തെറി വിളിക്കുന്ന സമയത്ത് മാന്യമായിട്ട് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ എത്താൻ പോകുന്നില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.